അങ്ങനെ ഫൈനലി മുംബൈയിൽ മഴ പെയ്തു കേട്ടോ. മഴ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്ക് രാത്രിയായിട്ടോ. മഴയത്ത് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ചെമ്മീൻ ബിരിയാണി മോഹം. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വറക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ദേ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഈ വക പരിപാടികളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ചെമ്മീൻ വഴറ്റി, അതേ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയല്ല വറുത്തു, അതേ വെളിച്ചെണ്ണയിൽ തന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം വേണം, നന്നായി മിക്സ് ചെയ്തു. ഈ സമയം കൊണ്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കൈമ റൈസ് ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും സവോള ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടാണ് വഴറ്റേണ്ടത്. ഇത് മാത്രമാണ് കേട്ടോ നമ്മുടെ സ്പൈസ്. ഇതിലേക്ക് ഒരു 2 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഴ അവിടെ സമൃദ്ധിയായി പെയ്യുന്നത് ഞാൻ മുന്നേ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി പൊരിച്ചതുണ്ടായിരുന്നു, പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ഗരം മസാലയാണ് കേട്ടോ. അതാ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഞാൻ ആബിദ റഷീദിൻ്റെ ഗരം മസാലയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ബിരിയാണി അടിപൊളിയാവും. അത് കഴിഞ്ഞ് കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഈ വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്, ഓൾറെഡി കുക്കായിട്ടുണ്ടല്ലോ, വറുത്തുണ്ടല്ലോ, ഒന്ന് 10 മിനിറ്റ് വയ്ക്കുക. ഈ നേരം കൊണ്ട് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ടാവും. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൽ തന്നെയാണ് ദമ്മിടുന്നത് കേട്ടോ. എനിക്ക് ദമ്മിടാനുള്ള ശേഷിയൊന്നുമില്ല, കാരണം എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വിശമ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പ്രോൺസ് ബിരിയാണി. ഫിഷ് ബിരിയാണി ആക്ച്വലി ചിക്കൻ ബിരിയാണിയേക്കാളും ടേസ്റ്റാണ്. ഈ ഫിഷിൽ തന്നെ പ്രോൺസ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും പാല് മഞ്ഞപ്പൊടിയിൽ തൂവിയിട്ടും ഒക്കെ കൂടെ അങ്ങോട്ട് ദമ്മിട്ട് പരിപാടി കഴിച്ചു. സംഭവം കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.